ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് സ്തോത്രം. പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോട് സന്തോഷത്തോട് ഹല്ലേലൂയ ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം അതിൻ്റെ ഹല്ലേലൂയ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപേക്ഷിക്കപ്പെട്ടു മനോവ്യസനത്തിലിരിക്കുന്ന സ്ത്രീയെ എന്ന പോലെ യഹോവ നിന്നെ വിളിച്ചിരിക്കുന്നു. യൗവനത്തിൽ വിവാഹം ചെയ്തിട്ട് തള്ളിക്കളഞ്ഞ ഭാര്യ എന്ന പോലെ തന്നെ എന്ന് നിന്റെ ദൈവം അരുളിച്ചെയ്യുന്നു. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ വീഴ്ചയുമെങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന ഇപ്രകാരമാണ്: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യം. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോട് ചേർത്തുകൊള്ളും. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, നമ്മൾ ചോദിക്കും, പ്രാർത്ഥിച്ചിട്ടും ആരാധിച്ചിട്ടും കണ്ണുനീരൊഴുക്കിയിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് മറുപടി ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഹല്ലേലൂയ എനിക്കൊരു വിടുതൽ നൽകി തരാത്തത്? എന്നാൽ ഇവിടെ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും ഹല്ലേലൂയ കർത്താവ് മഹാകരുണയോട് നമ്മെ ചേർക്കുവാൻ നമ്മുടെ തമ്പുരാൻ ശക്തനാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന തെറ്റുകൾ, കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രവൃത്തികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ ദൈവസന്നിധിയിൽ അല്പസമയം നമ്മളെ ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ കാണാതെ നമുക്ക് വേണ്ടി ഹല്ലേലൂയ മറന്നു കളഞ്ഞാലും പ്രിയമുള്ളവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് താണിരുന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന ഒരു ദൈവ പൈതലിനെ അവൻ ദൈവ തമ്പുരാൻ ചേർക്കുവാൻ ശക്തനാ. വളരെ വ്യക്തമായിട്ട് ദൈവവചനം പറയുന്നത്, ക്രോധാധിക്യത്തിൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിന്നെ മറച്ചെന്ന. ക്രോധാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചു എങ്കിലും നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കുമെന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. നിത്യതയ നമുക്ക് വേണ്ടി ദയ കാണിക്കുന്ന ഒരേ ഒരുവനേ ഉള്ളൂ പ്രിയമുള്ളവരെ. അത് നമ്മുടെ തമ്പുരാൻ. ആ തമ്പുരാൻ നിത്യതയോട് നമ്മോട് കരുണ കാണിക്കും. നമ്മെ കരുതുന്ന, നമ്മെ അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, പറയുന്ന ഇപ്രകാരമാണ്: അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. മഹാകരുണയോട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഞാൻ രോഗിയാ, എനിക്ക് പ്രശ്നങ്ങളാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നിന്നെ മറന്നിട്ടില്ല. നിന്റെ അവസ്ഥകൾ അറിയുന്ന, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നവൻ നിന്നോട് കൂടെയുണ്ട്. വചനം വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. അല്പസമയ നേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. ക്രോധാധിക്യം മുഖത്താൽ ഞാൻ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിന്നെ മറച്ചെന്ന. അല്പസമയത്തേക്ക് എൻ്റെ മുഖം നിനക്ക് എതിരായി മറച്ചു എങ്കിലും ഇവിടെ ഇങ്ങനെയാ പറയുന്നത്, മഹാകരുണയോട് എൻ്റെ ക്ഷണനേരത്തേക്ക് എൻ്റെ മുഖം നിനക്ക് മറച്ചുവെങ്കിലും നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. നിത്യതയോട് നമ്മയോട് കരുണ കാണിക്കുന്ന, നമ്മളെ അറിയുന്ന, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന നല്ലൊരു കർത്താവിനെ അല്ലയോ നമ്മൾ ആരാധിക്കുന്നത്? മഹാകരുണയോട് നമ്മൾ ദൈവത്തിന് സ്തോത്രം. നിത്യതയോട് ഞാൻ നിന്നോട് കരുണ കാണിക്കും എന്ന് നിന്റെ വീണ്ടെടുപ്പുകാരനായ യഹോവ അരുളിച്ചെയ്യുന്നു. നിന്നെ വീണ്ടെടുത്തവൻ, നിന്നെ തെരഞ്ഞെടുത്തവൻ, അമ്മയുടെ ഹല്ലേലൂയ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ കണ്ടവൻ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹല്ലേലൂയ നിന്നോട് കരുണ കാണിക്കും. ഞാൻ നിന്നോട് കരുണ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, അല്പസമയത്തേക്ക് മാത്രം നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോട് ചേർക്കുന്ന ഒരു നല്ല നമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട്. മറന്നു പോകരുത്. ആ നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ കർത്താവിനെയാണ് നമ്മൾ സ്തുതിക്കുന്നത്. നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, ആവശ്യങ്ങൾ അറിയുന്ന, നമ്മുടെ വേദനകൾ അറിയുന്ന, നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ഒരു നല്ല തമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അതിൻ്റെ താഴെ പറയുന്നത് ഇങ്ങനെ: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയുമില്ല എന്ന് നിന്നോട് കരുണയുള്ളവൻ അരുളിച്ചെയ്യുന്ന. ഹല്ലേലൂയ.
ഇന്ന് കാണുന്ന കുന്നുകൾ മാറിപ്പോകാം പ്രിയമുള്ളവരെ, കുന്നുകൾ നീങ്ങിപ്പോകാം, പർവ്വതങ്ങളൊക്കെ മാറിപ്പോകാം. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ലെന്ന് ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെ വന്നാലും എന്തൊക്കെ മാറിപ്പോയാലും മാറിപ്പോകാത്ത ഒരേ ഒരുവൻ നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. മാറിപ്പോകാത്ത വാറ്റത്തം ചെയ്ത കർത്താവ്, ഹല്ലേലൂയ, നമ്മോട് ചെയ്ത വാറ്റത്തം അത് നിവർത്തിച്ചു തരുവാൻ നമ്മുടെ കർത്താവ് ശക്തനാ. എൻ്റെ ദയ നിന്നെ വിട്ട് മാറത്തില്ല, എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകത്തില്ലെന്ന്. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാ പ്രിയമുള്ളവരെ. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകത്തില്ല, എൻ്റെ ദയ നിന്നെ വിട്ട് മാറിപ്പോകത്തില്ലെന്ന് നിന്നോട് കരുണയുള്ള യഹോവ അരുളി ചെയ്യുന്നെന്ന്. ഹല്ലേലൂയ. നമ്മോട് കരുണയുള്ളവൻ, നമ്മോട് കരുണ കാണിക്കുന്നവൻ, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല കർത്താവ്. നമുക്കറിയാം 3 നാളായി ശിഷ്യ, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൂടെ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവിൻ്റെ കൂടെ 3 നാളായി ആയിരുന്ന പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞവൻ, കരുണയെ കാണിച്ചവൻ. മത്തായി സുവിശേഷത്തിൽ അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവരെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അത്ര കരുണയുള്ളവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് ശിഷ്യന്മാരോട് പറയുക. നമുക്കറിയാം അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും കൊണ്ട് ആ വലിയ പുരുഷാരത്തെ പോഷിപ്പിച്ചവൻ ഇന്ന് നമ്മോട് കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥകൾ അറിയുന്ന, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന, അവിടെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു വാക്കുണ്ട്, ഇവരെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോകും. അവരെക്കുറിച്ച് വളരെ നല്ല കരുണയുള്ളവൻ, കരുണ തോന്നുന്ന ഒരു നല്ല കർത്താവ് നമ്മെക്കുറിച്ചും കർത്താവിന് കരുണയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഹല്ലേലൂയ തളർന്നു പോകാതെ വണ്ണം കരുതുന്ന ഒരു നല്ല കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ഇതിൻ്റെ 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന, ദൈവത്തിന് സ്തോത്രം, യാതൊരു ആയുധവും ഫലിക്കത്തില്ലെന്ന്. നമുക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ നോക്കുന്ന ദൂഷ്ടശക്തികളുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് വിരോധമായി നമ്മളെ ഇല്ലായ്മ ചെയ്യുവാൻ, നമ്മുടെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അതൊന്നും നിനക്ക് ഭവിക്കത്തില്ല. വളരെ മാറ്റത്തെ വചനമാ. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വിരോധമായി വരുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ന്യായ വിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കുമെന്ന ദൈവത്തിന് സ്തോത്രം. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും കുറ്റം വിധിക്കത്തക്കണ ഒരു വലിയ അധികാരമാണ് കർത്താവ് നമുക്ക് നൽകി തന്നിരിക്കുന്നത്. എത്ര പേർക്ക് ഇന്ന് രാവിലെ സന്തോഷമുണ്ട്? വളരെ ശക്തമായിട്ട് പറ, എനിക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരു ആയുധവും ഫലിക്കത്തില്ല. എന്നോട് കൂടെയുള്ള എൻ്റെ കർത്താവ്, എന്നെ കരുതുന്ന, എന്നോട് കരുണ കാണിക്കുന്ന, എൻ്റെ അവസ്ഥകൾ അറിഞ്ഞ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുവനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ കർത്താവാണ് എന്നോട് പറയുന്നത്, നിനക്ക് വിരോധമായി വരുന്ന ഒരായിരവും ഫലിക്കത്തില്ല. അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചുവെങ്കിലും മഹാകരുണയോട് ഞാൻ നിന്നെ ചേർത്തുകൊള്ളും. എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് പ്രിയമുള്ളവരെ. അല്പസമയത്തേക്കെങ്കിലും ഉപേക്ഷിച്ചെങ്കിലും മഹാകരുണയോട് നമ്മളെ ചേർക്കുന്ന, നമ്മെ മാർബോട് അണയ്ക്കുന്ന ഒരമ്മ തൻ്റെ കുഞ്ഞിനെ, ഹല്ലേലൂയ, മാർബോട് അണയ്ക്കുന്നത് പോലെ നമ്മെ മാർബോട് അണയ്ക്കുന്ന, നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന, ഹല്ലേലൂയ, ഒരു നല്ല കർത്താവിനെ നമുക്ക് ആരാധിക്കുവാൻ കർത്താവ് നമുക്ക് ഭാഗ്യം ഒരുക്കി തന്നല്ലേ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവരും ദൈവം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധനായ കർത്താവേ, നല്ല വചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ. വീണ്ടും ഈ വചന ഭാഗം ഞങ്ങളെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. വലിയ ദൈവകൃപ കൊണ്ട് നിറയ്ക്കണം. പ്രശ്നത്തിൻ്റെ നടുവിൽ, ഭാരത്തിൻ്റെ നടുവിലായിരിക്കുന്നവരെ വിട്ടുവയ്ക്കുന്ന ഒരു നല്ല കർത്താവിൻ്റെ കരമുണ്ടല്ലോ. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.